ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരം ടാഗോർ തിയേറ്ററിൽ പുരോഗമിക്കുമ്പോൾ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ശ്വാസം എന്ന് പറയുന്ന നാടകം ആളുകൾ ശ്വാസം അടക്കി പിടിച്ചാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ നാടക സംവിധാന രംഗത്തെ ഒരു സ്റ്റാർ കൂടിയായിട്ടുള്ള ജിനോ ജോസഫ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഒപ്പം ആ നാടകത്തിൽ പെർഫോം ചെയ്ത വിദ്യാർത്ഥികളും. എന്താണ് ഒരു സംവിധായകൻ എന്ന നിലയിൽ ആദ്യം കുട്ടികളുടെ പെർഫോമൻസിനെ കുറിച്ച് പറയാനുള്ളത്? കുട്ടികൾ വളരെ ഗംഭീരമായിട്ട് ഇന്നത്തെ വേദിയെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തിയെന്നാണ് ഈ നാടകാവതരണത്തിന് ശേഷം എനിക്ക് പറയാനുള്ളത്. ആ നാടകം കൈകാര്യം ചെയ്ത വിഷയത്തെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിൽ കുട്ടികൾ പൂർണ്ണമായി വിജയിച്ചു എന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ശ്വാസം, നമ്മുടെയൊക്കെ ജീവശ്വാസം, അത് ഊതിവീർപ്പിച്ച ഒരു ബലൂണ് പോലെയാണ്. ഒരു മുള്ളുകുത്തി കൊണ്ട് ഒന്ന് തട്ടിയാൽ പൊട്ടിപ്പോകുന്ന അത്ര നേർത്തതാണ്. അപ്പോൾ പ്രേക്ഷകർ ശ്വാസമടക്കി പിടിച്ചിരുന്ന് ആ നാടകം കണ്ടു. അതിലെ ഓരോ നിമിഷത്തിലൂടെയും അവർ കടന്നുപോയി എന്നുള്ളത് തന്നെയാണ് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ സന്തോഷം. ഇതിലെ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്തയാൾ നാടകം കഴിഞ്ഞപ്പോൾ മുതൽ ഇച്ചിരി സങ്കടത്തിലാണ്. എന്താ നിൻ്റെ സങ്കടത്തിന് കാരണം? ശബ്ദം പോയതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല, കാണികൾക്ക്. എന്തിനാണ് അറിയുന്നത്? കഴിഞ്ഞ വർഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മികച്ച നടനാണ് ആലൻ ഗോവിന്ദ്. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. ഇത്തവണ നാടകാവതരണത്തിൻ്റെ സമയത്ത് പെട്ടെന്ന് ശബ്ദത്തിൽ ചെറിയൊരു പ്രയാസം നേരിട്ടു. അതിൻ്റെ ഒരു മാനസിക വിഷമമാണ് അലനുള്ളത്. പക്ഷേ പ്രേക്ഷകർ ഒന്നടങ്കം അലനെ ചേർത്ത് പിടിക്കുകയും അതൊന്നും ആ ശബ്ദത്തിൻ്റെ പ്രശ്നമൊന്നും പ്രേക്ഷകരെ ബാധിച്ചിട്ടില്ല, അതൊന്നും നാടകത്തിൻ്റെ കമ്മ്യൂണിക്കേഷനെ ബാധിച്ചിട്ടില്ല എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറഞ്ഞത്. അതുകൊണ്ട് അലൻ ഒട്ടും പ്രയാസപ്പെടേണ്ടതില്ല. നമ്മുടെ നാടകം പറയുന്നത് പോലെ തന്നെ ശ്വാസം പോലെ തന്നെയാണ് ശബ്ദവും. അത് ശ്വാസം വരെ നിലച്ചു പോകാം, പിന്നെയല്ലേ ശബ്ദം. നാടകമാണ്, നാടകം ജൈവകലയായതുകൊണ്ട് തന്നെ ഇതൊക്കെ സംഭവിക്കാം. അരങ്ങിൽ വെച്ച് ശ്വാസം വരെ നിലച്ചു പോകാം. നാടകത്തിനകത്ത് വില്ലനാണെങ്കിലും അസാധ്യ പെർഫോമൻസാണ് ചെല്ലപ്പനാശാരി ഫിദൽ കാഴ്ചവെച്ചത്. ഫിദലിന് പറയാനുള്ളത് എന്താണ്? നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പോൾ ശ്വാസം എന്ന നാടകം മികച്ച നിലവാരത്തോടുകൂടി, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കാണികൾ ശ്വാസം അടക്കി, ഇടയ്ക്ക് ചില പൊട്ടിച്ചിരികളും അവസാനം വരെ ആ നാടകത്തിൻ്റെ പൂർണ്ണമായ ത്രില്ല് കാണികളിലേക്ക് എത്തിക്കുവാൻ ഈ ടീമിനായിട്ടുണ്ട്. ക്യാമറാമാൻ അഖിൽ ഷായ്ക്കൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്.